അപ്പോൾ അവശേഷിക്കുന്ന സ്ട്രോങ് ഹോൾഡിൽ ഏറ്റവും നിർണായകമായ വലിയ സംസ്ഥാനം കർണാടക തന്നെയാണ്. 28 ലോക്സഭ MP-മാരെ പ്രൊവൈഡ് ചെയ്യുന്ന, 224 നിയമസഭാ അംഗങ്ങളെ പ്രദാനം ചെയ്യുന്ന കർണാടകയെ സംബന്ധിച്ചിടത്തോളം 2 ശക്തരായ നേതാക്കൾ കോൺഗ്രസിനുണ്ട്. എക്കാലത്തും ശക്തരായ നേതാക്കൾ ഉണ്ടായിരുന്നു. ദേവരാജ് അരശിൻ്റെ കാലഘട്ടം, ബംഗാരപ്പയുടെ കാലഘട്ടം, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പലപ്പോഴും പാർട്ടി വിട്ടുപോവുകയും പിളർപ്പുണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രമുണ്ട്. ഇന്നത്തെ നിലയിൽ ഏറ്റവും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് താരമൂല്യമുള്ള നേതാക്കളുടെ പട്ടികയിൽ മുന്തിയ സ്ഥാനമുള്ള ആളാണ് DK എന്ന് വിളിക്കുന്ന ശിവകുമാർ. DK ശിവകുമാർ. അദ്ദേഹം ഇന്ന് ഉപമുഖ്യമന്ത്രിയാണ്. DK ശിവകുമാർ നൽകുന്ന ഒരു പിൻബലമാണ് കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ ശക്തി എന്നോർക്കണം. കർണാടകത്തിൽ നമുക്കറിയാമല്ലോ 2 പ്രമുഖ ജാതീയ വിഭാഗങ്ങളാണുള്ളത്. ലിംഗായത്തുകൾ, വൊക്കലിഗർ. ലിംഗായത്തുകൾ പൊതുവെ BJP-യോട് ചാഞ്ഞു നിൽക്കുന്നു ഇപ്പോഴത്തെ ഒരു നിലയനുസരിച്ച്. വൊക്കലിഗറുടെ പ്രധാനപ്പെട്ട പാർട്ടി ജനതാദളായിരുന്നു, ദേവഗൗഡയുടെ പാർട്ടി. ദേവഗൗഡയുടെ പാർട്ടി ഇന്ന് NDA പാളയത്തിലേക്ക് മാറിയിരിക്കുന്നു, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.